വിയറ്റ്നാമിലെ സൈഗോണിലുള്ള മിഷണറീസ് ഓഫ് ക്രൈസ്റ്റ് ചാരിറ്റി സന്യാസിനിമാർ നടത്തുന്ന അനാഥാലയത്തിന് പുറത്തുള്ള ഒരു മാലിന്യ കൂമ്പാരത്തോട് ചേർന്നുള്ള സ്ഥലത്തു നിന്നും ഒരു ശബ്ദമുയർന്നു. അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ വാസ്തവത്തിൽ ഞെട്ടിത്തെരിച്ചു. അതൊരു പിഞ്ചു കുഞ്ഞായിരുന്നു. കുപ്പത്തൊട്ടിയിൽ കിടന്ന് കരയുന്ന ആ ആൺകുഞ്ഞിൻ്റെ ശരീരത്തിൽ മുഴുവനും മാലിന്യമായിരുന്നു. അതോടൊപ്പം ആ കുഞ്ഞിൻ്റെ ദേഹം ഉറുമ്പരിച്ചു തുടങ്ങിയിരുന്നു. സന്യാസിനിമാർ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ വൃത്തിയാക്കുകയും അധികാരികളെ ബന്ധപ്പെടുകയും ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് അനാഥാലയത്തിലെ ഒരു അന്തേവാസിയായിരുന്നു ഈ സംഭവം ആദ്യം കണ്ടതും തുടർന്ന് സന്യാസിനിമാരെ അറിയിച്ചതും. തൊട്ടടുത്ത ദിനം സന്യാസിനിമാർ ഈ വിവരങ്ങൾ അമേരിക്കൻ വ്യോമസേനയിലെ ചാപ്ലൈൻ പുരോഹിതനായ ഫാദർ ഖോയ് ട്രാനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് സന്യാസിനിമാർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അവർ എന്നെ വിളിച്ച് ഈ വിവരങ്ങൾ അറിയിക്കുകയും കുഞ്ഞിനെ സന്ദർശിച്ച് അനുഗ്രഹിക്കാനും എൻ്റെ രക്ഷാധികാരിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ പേര് നൽകാമോ എന്നും ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. വൃദ്ധരെയും നിരാലംബരെയും പരിചരിക്കുന്നതിനായി ഈ സന്യാസ സഹോദരിമാർക്ക് അനാഥാലയങ്ങളും മഠങ്ങളുമുണ്ട്. കുറച്ചു കാലമായി ഞാൻ അവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരെ പരിപാലിക്കുന്നതിനായി അവരുമായി സഹകരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത് ഒരു ബഹുമതിയാണ്. ഇതായിരുന്നു ഫാദർ ഖോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ വൈദികൻ അവിടെ എത്തിയ കുഞ്ഞിനെ സന്ദർശിക്കുകയും ഈ വിവരങ്ങളും അതോടൊപ്പം ചിത്രങ്ങളും പങ്കുവെച്ചപ്പോഴുമാണ് ഈ സംഭവത്തെക്കുറിച്ച് ലോകമറിയുന്നത്. തുടർന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ സംഭവം വാർത്തയാക്കുന്നത്.